വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ നേരെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാട്ടോ, അവിടെ നിന്ന് നേരെ ബാംഗ്ലൂർക്കും. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ്. അപ്പോൾ ഞാൻ ഓവർ എക്സൈറ്റഡ് ഒന്നല്ല, ഒരു മീഡിയം റേഞ്ചിലുള്ള ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ എനിക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ഫ്ലൈറ്റ് 9:30 ഞങ്ങൾ ഒരുപാട് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വെറുതെ ലാഗ് വരുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓൾറെഡി ഞങ്ങൾ നേരത്തെ തന്നെ എത്തിയത്. അപ്പോൾ ജസ്റ്റ് ഇവിടുത്തെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞു. ഇനി ഫ്ലൈറ്റ് വന്ന് കയറിപ്പോയാൽ മാത്രം മതി. അപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ ഓരോ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് ഫ്ലൈറ്റ്സൊക്കെ അവിടെ വന്ന് കിടക്കണ്ടായിരുന്നു. പിന്നെ ഞാൻ കൂടുതലുള്ളവരോട് എൻ്റെ വീഡിയോ ഇരിക്കണം, നിൽക്കണതും നടക്കണതും എല്ലാം എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെ പോയാലും മെയിൻ പരിപാടി ഇതാണല്ലോ. പിന്നെ സൺകിസ് കിട്ടണ എല്ലാ സ്ഥലത്ത് പോയിട്ടും ഞാൻ സെൽഫി ക്യാമറ ഓണാക്കി വെച്ച് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ മെയിൻ പരിപാടി. ഫൈനലി ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. അപ്പം ബാക്കിൽ നിന്നൊക്കെ വീഡിയോ എടുക്കാനൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഞാൻ വലിയ പോസിറ്റ് അറിയാത്ത രീതിയിലൊക്കെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ കയറുമ്പോഴും ഒന്നും കൂടെ ടിക്കറ്റ് ചെക്കിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞ് നേരെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി. എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് വിൻഡോ സീറ്റ് വേണം ഞാൻ നിർബന്ധം പിടിച്ചിട്ടുണ്ടായിരുന്നു. അതും പോണ ടൈമിൽ തന്നെ വേണം. പോണ ടൈമിലാണ് ഞങ്ങൾ ഡേ ടൈമിൽ പോണത്. റിട്ടേൺ വരുന്നത് നൈറ്റ് ടൈമിലാണ്. അതുകൊണ്ട് നമുക്ക് ആ വ്യൂ ഒന്നും അത്ര കിട്ടില്ല. ഡേ ടൈം ആയതുകൊണ്ട് നല്ല വ്യൂ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഫൈനലി ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്തു. നൈസ് വ്യൂ ഒക്കെ ആയിരുന്നു. ക്ലൗഡിൻ്റെ ഇടയ്ക്കിടെ ഇങ്ങനെ പോകണം. ഇടയ്ക്ക് ടൈമിൽ ഇതേപോലൊരു ചെരിയലും ഇതൊക്കെ കാണുമ്പോൾ ചെറിയൊരു ഇതുപോലെ എന്തോ ഒരു ഫീലിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഓക്കെ ആയിരുന്നു. അപ്പോൾ ഫുൾ വ്യൂ ഒക്കെ കണ്ട് 1 hour എടുത്തില്ല എന്ന് തോന്നുന്നു. അതിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾ എത്തിയിട്ടുണ്ടായി. അപ്പോൾ ഞങ്ങൾക്ക് ഫ്രീ ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു വാട്ടർ ബോട്ടിലും 2 കുക്കീസും ഒരു വെജ് സാൻഡ്വിച്ചും ആയിരുന്നു ഫുഡ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ വിസ്താരയിലാണ് കേട്ടോ പോയത്. കൊള്ളാം. സാൻഡ്വിച്ച് ഞാൻ പകുതി കണ്ടാൽ കഴിച്ചോളൂ. എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടമായില്ല. പിന്നെ കുക്കീസ് ഞാൻ പൊട്ടിച്ചില്ല, അങ്ങനെ തന്നെ എടുത്തു വെച്ചു. ഫൈനലി ഞങ്ങൾ ബാംഗ്ലൂർ റീച്ചായി. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കയറാനുള്ള ബസ് വന്ന് ആ ബസ്സിൽ കയറി ഞങ്ങളുടെ ലഗേജ് എടുക്കാനുള്ള സെക്ഷനിലേക്ക് ഞങ്ങൾ നേരെ വിട്ടു. അവിടെ കുറച്ച് നേരം പോസ്റ്റ് ഇട്ടിട്ട്, അപ്പോൾ പോസ്റ്റ് കിട്ടിയ ടൈമും കൊണ്ട് തന്നെ ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾക്കൊരു 1 hour ട്രാവൽ ഉണ്ട് സ്റ്റേ ചെയ്യാൻ ബുക്ക് ചെയ്തേക്കണം ഹോട്ടലിലേക്ക്. അപ്പോൾ പോണ വഴിക്ക് നല്ല ഉറക്കമൊക്കെ വരണുണ്ടായിരുന്നു. ബുക്ക് ചെയ്ത വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ ഷോക്കായിരുന്നു. കാര്യങ്ങളെല്ലാം സൂപ്പർ. ഫൈനലി ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ ലൊക്കാലിറ്റി ഭയങ്കര ഒരു ഷോക്കാണ്. പക്ഷേ 1 hour ഉണ്ടായിരുന്നു എയർപോർട്ടിൽ നിന്ന് ഇവിടം വരെ. സോ കാറിലിരുന്ന് നല്ലോണം ഉറങ്ങി. ഏതോ ഒരു ലോക്കൽ സ്ഥലത്ത് വന്ന് പെട്ടിട്ടുണ്ട് ഗൈസ്. ഇനി അവിടുത്തെ സെറ്റപ്പൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കണം. ആ ഒരു ലൊക്കാലിറ്റി മാത്രമാണ് കേട്ടോ ഷോക്കായിട്ടുള്ളൂ. ഹോട്ടലൊക്കെ അടിപൊളിയായിരുന്നു. ഇത് ഞങ്ങൾ വെക്കേറ്റ് ചെയ്ത ടൈമിൽ ഞാൻ എടുത്തതാണ്. കയറുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. ഈ പ്ലേസ് വന്നിട്ട് കോർമംഗലയാണ്. റൂമിൻ്റെ ആ ഒരു പ്രൈസിന് വേർത്താണ്. റൂമും ഹോട്ടലും കാര്യങ്ങളും സെറ്റപ്പൊക്കെ അത്യാവശ്യം ലക്ഷറി തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ലഗേജൊക്കെ അവിടെ വച്ചിട്ട് ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്ത് നേരെ ഞങ്ങൾ 180 എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലേക്കായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോയത്. അടിപൊളി വൈബായിരുന്നു. നൈസ് ആംബിയൻസും കാര്യങ്ങളെല്ലാം ആയിരുന്നു. അതേപോലെ തന്നെ പ്രൈസും ആ ഒരു റേഞ്ചിൽ തന്നെ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാൻ പോയി. ഞങ്ങൾ ഫുൾ ഫുഡൊക്കെ കഴിച്ച് പയ്യാണ് അവിടെ നിന്ന് ഇറങ്ങിയത്.